ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഒരുവിധം സുഖമായി സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. നിങ്ങൾക്കെല്ലാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ഉള്ള വിശേഷം നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാൻ വന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്ക് 1-2 ഷോർട്ട് വീഡിയോ കൊണ്ട് ഇട്ടു. ഞാൻ മനസ്സിന് സന്തോഷം കണ്ടെത്തുന്നത് യൂട്യൂബിൽ വന്നിരുന്ന് ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടുമ്പോഴാണ് ഞാൻ ഇത്തിരി മനസ്സിന് ഒരു സന്തോഷം കണ്ടെത്തുന്നത്. ആരുമില്ലാതെയൊക്കെ ഇരിക്കുമ്പം മിണ്ടാനും പറയാനൊക്കെ ഇപ്പം അന്ന് മോളൊക്കെ ഇനി വന്നു. മോളും കൊച്ചുണ്ട്. പിന്നെ പറയാനുള്ള ഇതെന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ് അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്. ഞാൻ നാളൊരു നിശ്ചയ ഇതിട്ടിരുന്നല്ലോ. അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്. നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. അനിയൻ കൊറോണ സമയത്ത് മരിച്ചുപോയി. അതൊക്കെ എല്ലാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ പാരിപ്പള്ളിയിൽ പോകുമ്പോൾ പണ്ടേ പാരിപ്പള്ളി പോകുമ്പോൾ അച്ചാച്ചൻ്റെ വീട്ടിലായാലും അവിടെ അതിന് ശേഷം പോകുമ്പോൾ ഈ അനിയൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല. ഞങ്ങൾ പോയി 1-2 ദിവസമായാലും പാരിപ്പള്ളി പോയി കഴിഞ്ഞാൽ അച്ചാമ്മയുടെയും അച്ചാച്ചൻ്റെയും വീട്ടിലല്ലാതെ ഞങ്ങൾ നിന്നിട്ടുള്ളത് ഈ അനിയൻ്റെ വീട്ടിലാണ്. ഈ അടുത്ത കുറേ നാളായിട്ടാണ് അങ്ങനെ പോയി നിൽപ്പും അതൊന്നും ഇല്ലാത്തത്. കുറച്ച് വർഷങ്ങളായിട്ടാണ്. അല്ലാതെ ഞങ്ങൾ പാരിപ്പള്ളി പോയാൽ ഈ അനിയൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നതും. അവരായിട്ടായിരുന്നു ഏറ്റവും അടുപ്പവും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ അച്ചാച്ചനും അച്ചാമ്മയൊക്കെ വയ്യാതെയായി. അപ്പോൾ ഒരേ മക്കളെ വീട്ടിലും കുറച്ച് ദിവസങ്ങൾ മാറിയും തിരിഞ്ഞും അങ്ങനെയൊക്കെ ആയി. അതിന് ശേഷമാണ് അങ്ങനെ പോയി വരക്കവും നിൽപ്പും അങ്ങനെ ഒന്നും ഇല്ലാതെയൊക്കെ ആയത്. ഒരു വർഷം വന്നിട്ട് അച്ചാച്ചൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടി ഓണവും ആഘോഷിച്ചു. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകളായിരുന്നു. പിന്നെ അച്ചാമ്മ ആദ്യം മരിച്ചു. പിന്നെയാണ് അച്ചാച്ചൻ മരിക്കുന്നത്. അപ്പോൾ അച്ചാച്ചനെ നമ്മൾ ഓരോ സ്ഥലത്തും ഇവിടെയും അച്ചാമ്മയും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, അച്ചാച്ചനെയും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇത്. നമ്മുടെ ഇന്നത്തെ നമ്മൾ ഓരോ സ്ഥലത്തെ ഓരോ ഇത് കാണുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ അണ്ണൻ്റെ അച്ഛനെയും അമ്മയും മരിക്കുന്നത് വരെയും എല്ലാവരും മാറിയും തിരിഞ്ഞുമായാലും നല്ല രീതിക്ക് തന്നെയാണ് നോക്കി ഇതായത്. അച്ചാമ്മ മരിക്കുമ്പോൾ കൂടുതലാണെന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങെത്തി അച്ചാമ്മയ്ക്ക് വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി. ഞങ്ങൾ കടയ്ക്കലല്ലേ. അതുപോലെ തന്നെ അച്ചാച്ചനെയും ഇവിടെ അച്ചാമ്മയും അച്ചാച്ചനെയും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള ഭാഗ്യം ഉണ്ടായി. അച്ഛനും അമ്മയും നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്കൊരു പുണ്യമാണ്. നാളെ നമുക്ക് എന്തെല്ലാമാണ്, നമുക്ക് നാളെ എങ്ങനെയാണെന്നൊന്നും ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് തലയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവർ 3 ആണും 1 പെണ്ണുമാണ്. ചേച്ചി ഇളമ്പയിലാണ് താമസിക്കുന്നത്. ചേച്ചിക്കും സുഖമില്ലെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ഒരു ഇളയ അനിയനാണുള്ളത്. ഏറ്റവും മൂത്തതാണ് അണ്ണൻ ഗൾഫിലായിരുന്നു. പിന്നെ ഈ 2 അനിയന്മാരും ഗൾഫിലായിരുന്നു. അങ്ങനെ അനിയന്മാരെ 2 എണ്ണം കൊണ്ടുപോയി. അങ്ങനെ ഒരു 3 പേരും ഗൾഫിലായിരുന്നു. പിന്നെ പാരിപ്പള്ളിയിൽ ഞങ്ങൾ പോയി കൊടുമൂട്ടിലെ ഉത്സവവും
കൊടുമൂട്ടിലെ ഉത്സവം വരുമ്പോഴത്തേക്ക് അനിയൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകും. കറക്റ്റായിട്ട് ഞങ്ങൾ പോകും. കൊടുമൂട്ടിലെ ഉത്സവമാണെങ്കിലും അതിൻ്റെ ഒരു ഇതായിട്ട് ഇവരെ വീട്ടിൻ്റെ അവിടെ ആ പാറയമുക്കിൽ കഥാപ്രസംഗവും മിമിക്സോ അങ്ങനെ എന്തെങ്കിലും കാണും. അത് ഞങ്ങൾ പോയിരുന്ന് കാണുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ പഴയ പഴയ ഓർമ്മകളാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളെ അനിയന്മാർ നല്ല ഇതിൽ തന്നെയാണ് സ്നേഹത്തോടുകൂടി വളർത്തിയത്. അതൊന്നും എല്ലാം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരോർമ്മയാണ്. ഈ അനിയൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ മോൻ്റെ ഒരിത് പറഞ്ഞാൽ, എൻ്റെ മോൻ അന്ന് 5 വയസ്സങ്ങനെ ഉള്ളൂ, 5-6 വയസ്സേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മോന് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുത്തു. എന്നിട്ടും കല്യാണത്തിന് എൻ്റെ മോനെ കൊണ്ടുപോയി നല്ല ജീൻസിൻ്റെ ഉടുപ്പും നിക്കറും ഒക്കെ വാങ്ങി, ചെരുപ്പും ഒക്കെ വാങ്ങി എൻ്റെ മോനെ കുട്ടപ്പനായി ഒരുക്കി. ആ കല്യാണത്തിന് പെണ്ണും ചെറുക്കനും കൂടി ഇരിക്കുന്നിടത്ത് മോൻ ജണ്ടും പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോയൊക്കെ ഉണ്ട്. അങ്ങനെ ആ കൊച്ചച്ചന്മാരെന്ന് പറഞ്ഞാലും മോനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് പിന്നെ അവസാന സമയമൊക്കെ ആയപ്പോൾ എവിടെയോ എന്തോ പിന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ അങ്ങനെയൊക്കെ എവിടെയോ ഈ പറഞ്ഞ കണക്ക് അച്ചാമ്മയൊക്കെ വയ്യാതായപ്പോൾ ആണ് ഈ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവുകളൊക്കെ ഒത്തിരി ഒന്ന് കുറഞ്ഞത്. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണല്ലോ. പിന്നെ മക്കൾ തമ്മിലുള്ള കല്യാണങ്ങളും മക്കളെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ആണ് ഈ പോക്ക് വരവുകളൊക്കെ കുറയും. തമ്മിലുള്ള ആ ഒരു സ്വരചേർച്ചയ്ക്കൊക്കെ ഒരു ചെറിയ ഒരു ഇത് വരക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടാകുന്നത്. എന്നാലും എനിക്ക് 2 അനിയത്തിമാരാണ്, 2 അനിയന്മാരാണ്. 2 അനിയത്തിമാരുമായിട്ട് ഞാൻ ഇന്നുവരെയും പിണങ്ങിയിട്ടില്ല. എനിക്കതിലൊരു പിണക്കം ഞാൻ ഇന്നുവരെ അവരുമായിട്ടൊരു സ്വരചേർച്ചക്കേട് ഇതുവരെയും വന്നിട്ടില്ല. എനിക്ക് 2 അനിയത്തിമാരും എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ് ഞാൻ ഇന്നും കാണുന്നത്. ഒരാൾ മീനമ്പലവും ഒരാൾ അയിരൂരും. അതുപോലെ തന്നെയാണ് അനിയന്മാരും അതുപോലെ തന്നെ. ചേട്ടത്തിയെന്ന് വിളിച്ചാൽ അവർ 2 പേരും അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ. ആ ഒരു സ്നേഹം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ള എൻ്റെ പാരിപ്പള്ളിയിലെ വിശേഷങ്ങൾ. അപ്പം ചേട്ടത്തി എന്നല്ല, അവർക്ക് ചേട്ടത്തി എന്ന് പറയുമ്പോൾ ചേട്ടത്തി അമ്മ എന്നുള്ള ഒരു സ്ഥാനമാണ് 2 അനിയന്മാർക്കും. അങ്ങനെ എൻ്റെ അടുത്ത് അവർക്കൊരു ചേട്ടൻ്റെ ഭാര്യ എന്നുള്ളൊരു ബഹുമാനം 2 അനിയന്മാരും ആ ഒരു രീതിക്ക് തന്നെയാണ്. ആ ഒരു സ്നേഹമുണ്ട് അവർക്ക് 2 പേർക്കും. അപ്പം നാളെ രാവിലെ കല്യാണ വീട്ടിലേക്ക് പോകണം. സാധാരണ അവരെ വീട്ടിലൊക്കെ ഒരു കാര്യം വന്നാൽ ഞാൻ പോയി എല്ലാം സഹായിച്ചെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാനും അണ്ണനും കൂടി പോകാനായിട്ടൊക്കെ ഇരുന്നതാണ്. പോയി കടയ്ക്കൽ പോയി. ഇന്നലെ എനിക്കൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പം സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് കൊണ്ട് കാണിച്ചപ്പം ബ്ലഡും കൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി തന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2/10 കിട്ടുകയുള്ളായിരുന്നു. അങ്ങനെ പിന്നെ അണ്ണൻ പോയിട്ട് വന്നു, ഞാൻ പോയില്ല. അതുകൊണ്ട് നാളെ കാലത്തെ പാരിപ്പള്ളിയിലേക്ക് പോകണം. അപ്പം ഞാനും അണ്ണനും മോളും കൊച്ചുമായിട്ട് നാളെ കാലത്തെ അങ്ങ് പോകും. നാളെ സ്വീകരണമൊന്നുമില്ല. കാര്യം തലയ്ക്കും ദിവസം സ്വീകരണം വെച്ച് പിന്നെ വൈകിട്ട് മറുവീടും കൂടെ ആകുമ്പോൾ 2 ചിലവൊത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോനോട് മാത്രം അതും പറഞ്ഞപ്പോൾ അവന് 2 ചിലവ്, തലയ്ക്കും ദിവസം സ്വീകരണവും പിറ്റേന്ന് മറുവീടും, അങ്ങനെ 2 ചിലവ്. എത്ര രൂപയാണ് നമുക്ക്, ഇരട്ടി പൈസയാണ് നമുക്കായത്. എത്ര പറഞ്ഞാലും അത് മനസ്സിലാവാതെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ മാത്രം അതും അങ്ങനെ ഒരു ഇരട്ടി ചിലവ് ചെയ്യേണ്ടി വന്നു. അപ്പം തലയ്ക്കും ദിവസം പരിപാടിയൊന്നുമില്ല. തലയ്ക്കും ദിവസം ഉച്ചയ്ക്കും വൈകിട്ട് ഊണാണ്. ഊണെല്ലാം അവർ വെളിയിൽ നിന്ന് എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജോലിയൊന്നുമില്ല. അപ്പം രാവിലെ നമ്മൾ കാപ്പി കൂടി കഴിഞ്ഞ് പോവും. ഡ്രസ്സൊക്കെ അച്ഛനും നമുക്കെല്ലാം ഡ്രസ്സൊക്കെ 1 മാസം മുന്നേ എടുത്തോണ്ട് തന്നു. എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. എൻ്റെ മക്കളെന്ത്, ഞങ്ങളുടെ അനിയൻ്റെ മക്കളെന്ത്, എല്ലാം ഒന്നാണല്ലോ. അപ്പോൾ ഇന്നലെ അണ്ണൻ ചെന്നപ്പോഴേ മൂത്തേമേന്തിയെന്ന് മക്കൾ തിരക്കുന്നു. ഇളയ മോൻ വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും മൂത്തേമേനെയാണ് തിരക്കുന്നത് എന്ന് അണ്ണൻ വന്ന് പറഞ്ഞു. പിന്നെ അനിയൻ ചേട്ടത്തി എന്ത് ചെയ്യുന്ന തിരക്കുന്നു, അയാളെ അനിയനും മെനിയാന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും, ഞാൻ അങ്ങനെയാണ് എല്ലാവരോടും സഹകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സഹകരണങ്ങളെല്ലാം ഇന്നും മുന്നോട്ട് പോകുന്നത്. എനിക്ക് ആരോടും ഒരു വിരോധം കൊണ്ടുപോകുന്നതിനോട് ഇതല്ല. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കാനേ നോക്കൂ, അല്ലാതെ അകറ്റി നിർത്താൻ നോക്കൂല. ചിലർ ഭർത്താവിൻ്റെ ആൾക്കാരെ എത്രത്തോളം അകറ്റി നിർത്താനായിട്ട് നോക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എല്ലാവരുമായിട്ടും ഇപ്പോഴും ഒത്തുചേർന്ന് സഹകരിച്ച് എല്ലാവരുമായിട്ടും സഹകരിച്ച് പോകുന്നതാണ് ഇപ്പോഴും നല്ല ഒരു ഇത്. പിന്നെ മോളെ കല്യാണത്തിന് അവരെല്ലാവരുമായിരുന്നു മുന്നിൽ. അവരെ തന്നെയാണ് ഞങ്ങൾ മുന്നിൽ നിർത്തിയത്. ഭർത്താവിൻ്റെ ആൾക്കാരെ തന്നെ മുന്നിൽ നിർത്തണം എന്നുള്ള ഒരിത്. അതുപോലെ തന്നെ മാമി സ്ഥാനത്ത് ഇറങ്ങിയത് അണ്ണൻ്റെ സഹോദരിയാണ്, അപ്പച്ചിയാണ് ഞങ്ങൾ ഇറക്കിയത്. അപ്പം ഫ്രണ്ടിൽ നാരങ്ങയും കൊണ്ട് നിന്നത് മൊത്തം പാരിപ്പള്ളിക്കാരാണ്. എല്ലാവർക്കും ഞങ്ങൾ ഡ്രസ്സ് എടുത്തൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അന്ന് മോനുണ്ടായിരുന്നു. മോൻ 5 ദിവസം മുന്നേ വന്നു. അവർ നീല ഇത് തന്നെയായിരുന്നു. എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തു. അപ്പം മോൾക്ക് അവരെല്ലാവരും സംഭാവനയൊക്കെ കൊണ്ട് നല്ല ഇതിൽ കൊടുത്തു എന്ന് വിചാരിച്ച് ഇപ്പോൾ എൻ്റെ മോളെ കല്യാണം കഴിക്കുമ്പം അവരെല്ലാം സംഭാവന കൊണ്ട് കൊടുത്തു എന്ന് വിചാരിച്ച് അത് മോളല്ല അതെല്ലാം തിരിച്ച് കൊടുക്കാനുള്ള. ഞങ്ങൾ അന്യ വീട്ടിലാണ് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്. അപ്പം മോളെ കയ്യിലുള്ളത് ഇപ്പം അന്യ വീട്ടിൽ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ മോൾക്കിപ്പം നമ്മളെ വീട്ടിൽ സംഭാവന കിട്ടിയെന്ന് വിചാരിച്ചത് മോളല്ല തിരിച്ച് കൊടുക്കാനുള്ളത്. മോൾക്ക് അപ്പോഴ് അവളെ കയ്യിലുള്ളത് അവളും കൂടെ സഹായിച്ച് അവളും കൂടെ അവളെ കയ്യിലുള്ളത് കൊടുക്കുന്നു. അവളും കൊടുക്കണമല്ലോ അവളെ കൊച്ച്. അല്ലാതെ ചില സ്ഥലങ്ങളിലൊക്കെ അവരിത്ര എനിക്ക് തന്നു, അത് ഞാൻ കൊടുക്കണം എന്നുള്ള അങ്ങനെ ഒരു സ്ഥലത്തും ഒരു ജില്ലകളിലും അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ഒരു പെണ്ണിനെ അന്യ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്കവർ ഇന്നത് തന്നു എന്ന് പറയുമ്പം ചെറുക്കന്മാർ വഴക്കുണ്ടാക്കൂലേ? നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ കൊടുക്കും? ആ പെണ്ണിനൊരു ജോലിയില്ല, ആ പെണ്ണിനൊരു വരുമാനവും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എടുത്തു കൊടുക്കും? അതുകൊണ്ട് അത് നമ്മുടെ കടമയാണത്. പിന്നെ പെണ്ണിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കും എന്നല്ലാതെ അത് കൊടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പെണ്ണിൻ്റെ വീട്ടുകാരുടെയും പെണ്ണിൻ്റെ സഹോദരന്മാരുണ്ടെങ്കിൽ സഹോദരന്മാരുടെയും കടമയാണ്. ഇപ്പം ഒരു പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കേണ്ടതും സഹോദരനുണ്ടെങ്കിൽ സഹോദരൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ്. അങ്ങനെയല്ലാതെ ഒരുപാട് സ്ഥലത്ത് ആവശ്യമില്ലാത്ത ഓരോ ചടങ്ങുകൾ. ഇപ്പം തന്നെ ഞാനൊരു ക്രിസ്ത്യൻ കല്യാണത്തിന്, ഞാനത് പറയാം നിങ്ങളുടെ അടുത്ത് എന്നും പറയാനൊരുങ്ങി ഞാൻ മറന്നുപോകും. ഞാനൊരു ക്രിസ്ത്യൻ കല്യാണത്തിന് ഞാൻ ഈയിടെ പോയായിരുന്നു. അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. ഞാനൊരു വീഡിയോയിൽ ഞാനത് പറയാം, എന്നെങ്കിലും ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ആ വീഡിയോയിൽ പോയപ്പോൾ ക്രിസ്ത്യൻ കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് ആ കല്യാണത്തിന് ആ പെൺകൂട്ടനടുത്ത് എനിക്ക് ഒത്തിരി ഒരു പ്രൗഡ് തോന്നി. ആ പ്രൗഡ് തോന്നിയതിൻ്റെ കാര്യം ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അപ്പോൾ നാളെ കാലത്തെ കല്യാണത്തിന് പോകണം. ഞാൻ നിങ്ങളെയൊക്കെ എല്ലാവരെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കല്യാണം കാണണ്ടേ? എൻ്റെ അനിയൻ്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കാണണ്ടേ? അപ്പം നമുക്ക് നാളെ കാലത്തേ പോവാം. കല്യാണത്തിന് നിങ്ങളെല്ലാവരും വരണം. അപ്പം നാളത്തെ നമുക്ക് കിട്ടുന്ന വീഡിയോകളെല്ലാം കല്യാണത്തിൻ്റെയും അവിടെ നിന്നുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഞാൻ പിടിച്ച് കാണിച്ചു തരും. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയല്ലോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ ഒന്നമർത്തിയിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ.